ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ യാത്രാ ശൃംഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി വികസിപ്പിച്ച പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ പരീക്ഷണ സർവീസുകൾക്കായി ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനിലെത്തി. ദീർഘദൂര രാത്രിയാത്രകൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും യാത്രക്കാർക്ക് സൗകര്യപ്രദമായും മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ സ്ലീപ്പർ ട്രെയിൻ വികസിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ പകൽ സർവീസുകളിലൂടെ ശ്രദ്ധ നേടിയ വന്ദേ ഭാരത് സ്ലീപ്പർ പതിപ്പും എത്തുന്നതോടെ ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണ പദ്ധതിക്ക് പുതിയ കരുത്ത് ലഭിക്കുമെന്നാണ് കരുതുന്നത്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ സാങ്കേതിക സഹകരണത്തോടെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് വികസിപ്പിച്ച ഈ ട്രെയിൻ ആകർഷകമായ ഓറഞ്ച് ചാരനിറ രൂപകൽപ്പനയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക രൂപഭംഗിയും മികച്ച യാത്രാ സൗകര്യങ്ങളും ഒരുമിപ്പിച്ചിരിക്കുന്ന ട്രെയിൻ ബംഗളൂരുവിലെ KSR റെയിൽവേ സ്റ്റേഷനെയും മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനൽസിനെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് സർവീസ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. രാജ്യത്ത് സർവീസിന് എത്തുന്ന രണ്ടാമത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണിത്. പരീക്ഷണയോട്ടം വിജയകരമായി പൂർത്തിയാക്കി ആവശ്യമായ എല്ലാ സുരക്ഷാ പരിശോധനകൾക്കും അനുമതി ലഭിക്കുന്നതോടെ ട്രെയിൻ സ്ഥിരം സർവീസ് ആരംഭിക്കും. പുതിയ സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് റെയിൽവേ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും വിവിധ റൂട്ടുകളിലായി ഘട്ടം ഘട്ടമായി സർവീസ് ആരംഭിക്കുമെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ അറിയിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിവേഗ ദീർഘദൂര യാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ പരീക്ഷണയോട്ടത്തിനായി ഒരേ മാതൃകയിലുള്ള 2 ട്രെയിൻ സെറ്റുകളാണ് ബംഗളൂരുവിൽ എത്തിച്ചിരിക്കുന്നത്. ഓരോ ട്രെയിനിലും ആകെ 16 കോച്ചുകളാണുള്ളത്. ഇതിൽ 11 മൂന്നാം ക്ലാസ് ശീതീകരിച്ച കോച്ചുകളും 4 രണ്ടാം ക്ലാസ് ശീതീകരിച്ച കോച്ചുകളും ഒരു 1-ാം ക്ലാസ് ശീതീകരിച്ച കോച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വരുമാന വിഭാഗങ്ങളിലുള്ള യാത്രക്കാർക്ക് ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് കോച്ചുകളുടെ വിന്യാസം ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിയാണ് ട്രെയിനിന്റെ ഉൾഭാഗം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്പർശനരഹിത സംവിധാനമുള്ള കുടിവെള്ള ടാപ്പുകൾ, മുഴുവൻ കോച്ചുകളിലുമുള്ള CCTV നിരീക്ഷണം, സ്വയം തുറക്കുകയും അടയുകയും ചെയ്യുന്ന പ്ലഗ് വാതിലുകൾ, പരിസ്ഥിതി സൗഹൃദ ജൈവ ശൗചാലയങ്ങൾ, ഓരോ സീറ്റിനും പ്രത്യേക ചാർജിംഗ് സൗകര്യം, വ്യക്തിഗത വായനാ വിളക്കുകൾ, മെച്ചപ്പെട്ട വായുസഞ്ചാര സംവിധാനം, വ്യക്തമായ വിവരങ്ങൾ നൽകുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേകൾ എന്നിവ ട്രെയിനിന്റെ പ്രധാന സവിശേഷതകളാണ്. മണിക്കൂറിൽ 180 കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിലവിലെ പാതകളിലെ വേഗപരിധി അനുസരിച്ചായിരിക്കും സർവീസ് നടത്തുക. അത്യാധുനിക സസ്പെൻഷൻ സംവിധാനം, കുറഞ്ഞ ശബ്ദമുള്ള യാത്രാനുഭവം, മെച്ചപ്പെട്ട ക്യുഷൻ സൗകര്യമുള്ള കിടക്കകൾ, വിശാലമായ ഇടനാഴികൾ, ആധുനിക അകത്തള രൂപകൽപ്പന, മെച്ചപ്പെടുത്തിയ പ്രകാശ സംവിധാനം എന്നിവ ദീർഘദൂര രാത്രിയാത്ര കൂടുതൽ സുഖകരമാക്കും. അതോടൊപ്പം മികച്ച ബ്രേക്കിംഗ് സംവിധാനവും സുരക്ഷാ ഉപകരണങ്ങളും യാത്രയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ഈ വർഷം ജനുവരിയിലാണ് രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. ഹൗറയെയും കാമാക്കിയെയും ബന്ധിപ്പിക്കുന്ന പാതയിലാണ് ആ ട്രെയിൻ ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുന്നത്. 1000-ലധികം കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റൂട്ടിൽ നിലവിൽ 22 മുതൽ 24 മണിക്കൂർ വരെയാണ് യാത്രാസമയം. വന്ദേ ഭാരത് സ്ലീപ്പർ പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ യാത്രാസമയം ഏകദേശം 18 മണിക്കൂറായി കുറയുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ. ബംഗളൂരു മുംബൈ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നതോടെ ഹുബ്ബള്ളി, ധാർവാഡ്, ബെളഗാവി, പൂനെ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. IT മേഖലയിലെ ജീവനക്കാർ, വ്യവസായ രംഗത്തുള്ളവർ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ, വ്യാപാര ആവശ്യങ്ങൾക്കായി പതിവായി യാത്ര ചെയ്യുന്നവർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾക്കാണ് ഈ അതിവേഗ സർവീസ് കൂടുതൽ പ്രയോജനപ്പെടുക. കർണാടകയെയും മഹാരാഷ്ട്രയെയും കൂടുതൽ കാര്യക്ഷമമായി ബന്ധിപ്പിക്കുന്ന ഈ സർവീസ് സാമ്പത്തിക വാണിജ്യ മേഖലകളിലെ സഹകരണവും ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തുന്നത്. അതിവേഗവും സുരക്ഷിതവും യാത്രാ സൗഹൃദവുമായ ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയെന്ന ഇന്ത്യൻ റെയിൽവേയുടെ ദീർഘകാല ലക്ഷ്യത്തിലെ മറ്റൊരു സുപ്രധാന ചുവടുവെപ്പായാണ് പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനിന്റെ വരവ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.